പരിശുദ്ധ കുർബാനയുടെ ആർദ്രമായ ജീവിതാനുഭവങ്ങൾ. ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹത്തെ നുകരുന്നവരുടെ ഹൃദയം തുറന്ന പങ്കുവയ്ക്കലുകൾ. ഇത് ഇരിങ്ങാലക്കുട രൂപതാംഗവും ഇപ്പോൾ ചാലക്കുടിക്കടുത്ത് കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരിയുമായ ഫാദർ ഷിബു നെല്ലിശ്ശേരി ജീവിതത്തിന്റെ സഹനവേളകളിൽ ദിവ്യകാരുണ്യ ഈശോ കരം പിടിച്ചു നയിക്കുന്ന അനുഭവങ്ങൾ ഷിബു അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയോടുള്ള വലിയൊരു സ്നേഹം കടന്നു വന്ന ഒരു കൊച്ചനുഭവം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ആദ്യ കുർബാന സ്വീകരണത്തിന് പഠിച്ച നാളുകളിൽ എൻ്റെ പള്ളിയിൽ കൊച്ചച്ഛനായിട്ട് വന്ന ഒരച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേര് റാഫേൽ അമ്പാടൻ എന്നാണ്. അച്ഛൻ്റെ വിശുദ്ധ ബലി അർപ്പണത്തിൽ പങ്കുചേർന്നപ്പോൾ കിട്ടിയൊരു എക്സ്പീരിയൻസ്. അച്ഛൻ നന്നായിട്ട് പാട്ട് പാടുന്ന അച്ഛനാണ്. പാട്ട് മാത്രമല്ല, പ്രയറൊക്കെ ചൊല്ലുമ്പോൾ വല്ലാത്തൊരു അനുഭവം. എനിക്ക് കുഞ്ഞായിരുന്നു, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ അച്ഛൻ്റെ പാട്ട് കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി ശനിയാഴ്ച ദിവസങ്ങളിലാണ് മാതാവിൻ്റെ നൊവേന കുർബാന കത്തീഡ്രൽ പള്ളിയിൽ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലെത്താൻ 3.5 കിലോമീറ്റർ നടക്കണം. സൈക്കിളൊന്നുമില്ല, അപ്പോൾ നടന്ന് തന്നെ പോകണം. അപ്പോൾ ഞാൻ എല്ലാ ശനിയാഴ്ചയും നേരത്തെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് ഓടണം, എന്നാലാണ് കറക്റ്റ് സമയത്ത് അവിടെ എത്തുള്ളൂ. ഒരിക്കലും നേരം വൈകിട്ട് പള്ളിക്കകത്ത് വിശുദ്ധ കുർബാനയ്ക്ക് ചെല്ലുന്നത് എനിക്ക് അന്ന് തുടങ്ങിയ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. അപ്പോൾ ഞാൻ ഓടും. അവിടെ എത്തുമ്പോൾ പോകുന്ന വഴിക്കൊക്കെ പ്രാർത്ഥിക്കും. 2 കൊച്ചന്മാരുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഇന്ന് റാഫേലച്ചൻ്റെ കുർബാനയാവണേ, റാഫേലച്ചൻ്റെ കുർബാനയാണെന്ന് പ്രാർത്ഥിക്കും. അവിടെ ചെന്നിട്ട് ചെറുമണി അടിക്കുമ്പോൾ തുടങ്ങിയിട്ട് ടെൻഷനാണ്. അച്ഛൻ തന്നെ ആയിരിക്കില്ലേ കുർബാനയ്ക്ക് വരാമെന്ന്. അച്ഛൻ ഇങ്ങനെ ആൾത്താരസംക്കാരെ പുറകിൽ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കും. അച്ഛൻ വന്നു കഴിയുമ്പോൾ അച്ഛനാണെന്ന് കണ്ടാൽ വലിയ സന്തോഷമാണ്. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യം, അച്ഛൻ്റെ അന്നത്തെ ആ ബലിയർപ്പണം അച്ഛൻ്റെ ജീവിതമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കന്ന് അച്ഛനാകണമെന്നൊന്നും തോന്നിയിട്ടില്ല, പക്ഷേ അന്ന് മുതലാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ളൊരു തീക്ഷ്ണത എൻ്റെ ഉള്ളിൽ നിറഞ്ഞത്. എല്ലാ ശനിയാഴ്ചയും മുടങ്ങാതെ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ ഈ റാഫേൽ അച്ഛനെ പോലെ അച്ഛനൊക്കെ ആയ ഒരു സമയത്തും എൻ്റെ ഒരു ആഗ്രഹം പട്ടത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അന്ന് എനിക്ക് ഉണ്ടായ ഒരു വിശുദ്ധ കുർബാനയിലേക്ക് വരാനുള്ള ഒരു ബൂസ്റ്റിങ് അന്ന് അച്ഛനെ കണ്ടിട്ടാണ് ഞാൻ പോയത്. എൻ്റെ ബലിയർപ്പണത്തിലൂടെ അനേകം പേർക്ക് കർത്താവിൻ്റെ അരികിലേക്ക് ബലിപീഠത്തിലേക്ക് കടന്നു വരാനുള്ള കൃപ കിട്ടണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയത്. പൗരോഹിത്യം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനാവണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ലായിരുന്നു. ഞാനൊരു വക്കീൽ ഉമസ്സനായിരുന്നു. ഇരിങ്ങാലക്കുട കോടതിയിൽ അവിടെയുള്ള ഒരു MJ ബേബി എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റിൻ്റെ ക്ലർക്കായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് 2nd ഗ്രൂപ്പൊക്കെ എടുത്ത് ഡോക്ടറാവണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെയൊക്കെ ചേർന്നതാണ്. പക്ഷേ എൻ്റെ വീടിൻ്റെ പശ്ചാത്തലങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട്. അപ്പം അങ്ങനെ ഞാൻ പഠിപ്പ് നിർത്തി. വീട്ടിലെ പ്രത്യേക അവസ്ഥയിൽ വീടിനെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല വന്നതുകൊണ്ട് ഞാൻ വക്കീൽ ഉമസ്സനായിട്ട് എൻ്റെ ഒരു അങ്കിളാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പം അങ്ങനെ ഞാൻ ജോലി ചെയ്ത് വരവേ ഞാൻ എൻ്റെ കുടുംബ സമ്മേളന യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പം ഞാൻ അവിടെ അന്ന് വന്നുകൊണ്ടിരുന്ന ഒരു അച്ഛൻ, ഒരു ജോയി തറയ്ക്കൽ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നു. അപ്പം അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ആകർഷിച്ചു. അച്ഛനിങ്ങനെ എപ്പോഴും പാവങ്ങളുടെ കൂടെ, സൈക്കിൾ ചവിട്ടാൻ പോലും അറിയാൻ പാടില്ലാത്തൊരച്ഛൻ. അപ്പോൾ അച്ഛൻ എപ്പോഴും നടന്നേ വരുള്ളൂ. ഒരു പൊക്കൊക്കെ കുറഞ്ഞൊരു കുഞ്ഞച്ഛനാണ്. ഇപ്പോൾ അച്ഛൻ സിൽച്ചാർ മിഷനിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ആ പ്രവർത്തനങ്ങളും അച്ഛൻ സാധാരണക്കാരോട് ഇടപെടുന്ന ഒരു ശൈലിയും എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അന്ന് ഞാൻ ജോലിക്ക് പോവുകയാണെങ്കിലും അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ ഓടിച്ചെല്ലാനും എന്ത് പ്രവർത്തനം കൂടെ നിൽക്കുമായിരുന്നു. അപ്പം അന്ന് എൻ്റെ മൂത്ത പെങ്ങളുടെ, എൻ്റെ അമ്മ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചു പോയതാണ്, ക്യാൻസർ വന്നിട്ട് മരിച്ചതാണ്. അപ്പോൾ അപ്പൻ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 2ാമത് കല്യാണം കഴിച്ചു. ആ അമ്മയാണ് ഇപ്പോൾ ഞങ്ങളുടെ അവിടെ ഒപ്പം ഉള്ളത്. എൻ്റെ അപ്പച്ചനും മരിച്ചുപോയി. അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. അപ്പോൾ അന്ന് ഈ കുഞ്ഞായിരുന്ന നാളിൽ ഈ അച്ഛൻ എൻ്റെ മൂത്ത പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യം, അപ്പച്ചൻ അന്ന് അമ്മ മരിച്ചതിൻ്റെ ഷോക്കിൽ കുറച്ച് മദ്യപിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസയിൽ നിന്ന് കുറേ മദ്യപിച്ച് നഷ്ടപ്പെടുത്തി. അപ്പോൾ അന്ന് കാലത്തൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, മനസ്സമ്മതത്തിന് അന്ന് സ്വർണവും പൈസയും കൊടുക്കണം. അപ്പോൾ പൈസ മനസ്സമ്മതത്തിന് അന്ന് കൊടുക്കണം, അങ്ങനെയാണ്. അപ്പോൾ തലേദിവസമാണ് അറിയുന്നത് അപ്പൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്ന്. അപ്പോൾ അമ്മ ഞങ്ങളോട് പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് ആ ചെറുക്കൻ്റെ വീട്ടിൽ പോയിട്ട് പറയും കല്യാണം നടക്കില്ലെന്ന്. കാരണം പൈസ ഇല്ല നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ട്, കല്യാണം നടക്കില്ല. അപ്പോൾ ഞാനങ്ങോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ പള്ളിയിൽ കയറി കുറച്ച് സമയം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ശാന്തമായിട്ട് ഇരിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ.
അപ്പം അങ്ങനെ ഞാൻ കുറേ സമയം ഇരുന്നപ്പോൾ ഈ ജോയി തറയ്ക്കൽ അച്ഛൻ എന്നെ നോട്ട് ചെയ്തു. ഇവനെന്തിനാണ് ഇത്ര സമയം അവിടെ വന്നിരിക്കണതെന്ന് ചിന്തിച്ച് കാണണം. ഞാൻ ഇറങ്ങി വന്നപ്പോൾ അച്ഛൻ കൂടെ വന്നു. അച്ഛൻ വന്ന് ചോദിച്ചു, എന്താണ് നിൻ്റെ മുഖത്തൊരു വിഷമം, നീ എങ്ങടെ പോണേന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ അന്ന് 10,000 രൂപയാണെന്ന് അങ്ങ് കൊടുക്കേണ്ടിയിരുന്നത്. അച്ഛൻ 10,000 രൂപ എൻ്റെ കയ്യിൽ എടുത്തിട്ട് പറഞ്ഞു, നീ അവിടെ പോയിട്ട് കല്യാണം വേണ്ടെന്ന് പറയരുത്, അതൊക്കെ നടന്നോളും, ഈശോ ഇടപെട്ടോളും എന്ന് പറഞ്ഞിട്ട് അത് തന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തു, എനിക്കും ഇതുപോലെ പറ്റാവുന്നത്ര പേരെ സഹായിക്കണം എന്നുള്ളൊരു ചിന്ത. അച്ഛൻ ഇപ്പോഴും അതുപോലെ തന്നെയാണ് ജീവിക്കാനായിട്ടാണ്. അന്ന് എങ്ങനെയായിരുന്നു അതേ സ്പിരിറ്റിൽ തന്നെ ഈ ജോയി തറയ്ക്കൽ അച്ഛൻ ഇന്നും സിൽച്ചാർ മിഷനിൽ മിഷണറി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നുണ്ടായ ആ ഒരു എക്സ്പീരിയൻസ്, അപ്പോൾ എനിക്ക് കുർബാന ചൊല്ലണം എന്നുള്ള ആഗ്രഹം, എങ്ങനെ കുർബാന ചൊല്ലണം എന്നുള്ള ആഗ്രഹവും കിട്ടി. അതുപോലെ തന്നെ ഒരു അച്ഛനായി കഴിഞ്ഞാൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളൊരു ചിന്തയും എനിക്ക് കിട്ടി. ഈ 2 ചിന്തകൾ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് നടന്ന് അടുത്തത്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ഇപ്പോൾ പട്ടം കെട്ടിയിട്ട് 17 വർഷമായെങ്കിലും ഇന്നും എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും രാവിലെ കുറച്ച് സമയം കൂടുതൽ ഉറങ്ങാം എന്ന് ചിന്തിക്കുന്ന ഒരു പതിവ് എനിക്കില്ല. കൃത്യമായിട്ട് സമയം 4 മണി കഴിയുമ്പോൾ ഞാൻ എഴുന്നേൽക്കും. എത്ര സമയം വൈകി കിടന്നാലും അത്ര 4 മണിക്ക് എഴുന്നേൽക്കും. പുലർച്ചയ്ക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കണം. അത് നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിന് വലിയൊരു വലിയൊരു ശക്തി പകരുന്ന അനുഭവമാണ് എന്ന് എന്നെ മനസ്സിലാക്കി തന്ന ലാസറച്ചനെ ഞാനിപ്പോൾ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ്. അതിരാവിലെ എഴുന്നേറ്റ് ദിവ്യബലി അർപ്പിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ ശാന്തമായി വന്നിരിക്കുന്ന ഒരു അച്ഛൻ. ഞാനപ്പോൾ ഈ അച്ഛനെ ഇങ്ങനെ നോക്കും, എത്ര ഭംഗിയാണ് അച്ഛൻ ഇരിക്കുന്നത്, ഒരു പ്രത്യേക പ്രകാശമൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നുന്നതായിരിക്കും, എനിക്കങ്ങനെ ഫീൽ ചെയ്യാണ്. അപ്പോൾ ആ ഒരു അച്ഛനിൽ നിന്ന് കിട്ടിയ ആ ഒരു നല്ല ഭാഗം ഞാൻ ഇന്നും അടർത്തിയെടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ മുകളിലെ കാൽവരി ചാപ്പലിൽ ഇരിക്കാനായിട്ടുണ്ടായിരുന്ന മുട്ടിപ്പലക പട്ടം കിട്ടി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പള്ളി തെക്കന്താണിശ്ശേരി എന്ന് പറഞ്ഞൊരു പള്ളിയിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു മരാശ്ശേരിയെ പരിചയപ്പെട്ടു. ആദ്യമായിട്ട് ഞാൻ ആളോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു മുട്ടിപ്പലക വേണം. അപ്പോൾ അച്ഛന്മാരിങ്ങനെ സ്ഥലം മാറി പോകുമ്പോൾ ഒരു പള്ളിയിൽ നിന്ന് അടുത്ത പള്ളിയിലേക്ക് പോകുമ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. പക്ഷേ ഞാൻ അന്നു മുതൽ ഇന്ന് വരെ എല്ലാ പള്ളിയിലേക്കും പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരേ ഒരു സാധനം, മാറാതെ കൊണ്ടുപോകുന്ന ഒരേ ഒരു സാധനം ഈ മുട്ടിപ്പലയാണ്. അത് ഇപ്പോൾ ഈ ആൾത്താരയുടെ അപ്പുറത്തെ വശത്ത് ചോട്ടിലുണ്ട്. അതാണ് എൻ്റെ ആയുധം. കാലത്ത് വന്ന് ആ മുട്ടിപ്പലകയിൽ ഇരുന്നില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈശോയെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു പറയാനായിട്ട് വാക്കുകളില്ല. ഈശോയെ നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ആ ഒരു സന്തോഷം എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ എനിക്ക് അതിന് തോന്നിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് 2 പെങ്ങന്മാരാണ്. അതിൽ ഒരു പെങ്ങളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജോയി തറയ്ക്കൽ അച്ഛനെ സ്വാധീനം ഉണ്ടായതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട്. ഇപ്പോൾ 2ാമത്തെ പെങ്ങളുടെ വിവാഹപ്രായമായി. അപ്പോൾ ഞാൻ സെമിനാരിലാണ്, ഫിലോസഫി 3rd ഇയർ ആയി. ഞാൻ ഉൾപ്പെടുന്നതിന് മുമ്പുള്ള പ്രായോഗിക പരിശീലനത്തിന് ഇറങ്ങേണ്ട ആ സമയമാണ്. അപ്പോൾ എന്നെ എൻ്റെ അപ്പം വിളിച്ചിട്ട് പറഞ്ഞു, 2ാമത്തെ പെങ്ങളൊക്കെ കെട്ടിക്കാറായി, കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട്, കൊടുക്കാനായിട്ട് ഒന്നുമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, കർത്താവേ എൻ്റെ പെങ്ങളുടെ വിവാഹം നടത്തി കൊടുക്കണം. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ജോലി എക്സ്പീരിയൻസ് ഉണ്ട്, വക്കീൽ മത്സരം. എന്ന് ചെന്നാലും എനിക്ക് ആ ജോലി ഉറപ്പാണ്. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഒരിക്കലും എനിക്ക് ഒരു സംശയമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ പെങ്ങളെ കെട്ടിക്കണം എന്നുള്ള ഒരു വലിയൊരു ചിന്ത എൻ്റെ മനസ്സിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ ചാപ്പലിൽ, കാൽവരി ചാപ്പലിൽ പോയിരിക്കുമ്പോഴൊക്കെ ഞാൻ ഈശോയോട് പറയും, ഈശോയെ ഒരു 2 വർഷം എനിക്ക് ലീവ് തരണം. സെമിനാരിൽ നിന്നൊന്നും ഞാൻ പോവില്ല. 2 വർഷം പോയിട്ട് വക്കീൽ ഉമസനായിട്ട് ഞാൻ വീണ്ടും ജോലി ചെയ്ത് അവളെ കെട്ടിച്ചു വിട്ടിട്ട് ഞാൻ വരും. എനിക്ക് അച്ഛനാവണം, പക്ഷേ പെങ്ങളുടെ കല്യാണം നടത്തി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ പ്രാർത്ഥിച്ച് ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ എന്ന് എനിക്ക് ഒരു ഉറപ്പ് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം എന്തായാലും എൻ്റെ അനിമേറ്റർ അച്ഛനോട് പോയി പറയാം. അലക്സ് താരാമംഗലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിഷപ്പാണ്,
അച്ഛനാണ് എൻ്റെ ആനിമേറ്റർ അച്ഛൻ. അപ്പോൾ ഞാൻ കാൽവരി ചാപ്പലിൽ നിന്ന് ഉച്ചയ്ക്ക് കുറേ സമയം അവിടെ പോയിരുന്നിട്ട് ഞാനിങ്ങനെ ഇറങ്ങി ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. 2 വർഷത്തെ ലീവ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ആ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഒരു ഫ്ലോറിന് ഒരു ഫോണാണ്, ലാൻഡ് ഫോൺ. അപ്പോൾ ആ ഫോൺ ബെല്ലടിച്ചു. അപ്പോൾ ഒരേ ദിവസം ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട് ഓരോ ബ്രദർമാരുണ്ട്. അറ്റൻഡ് ചെയ്യുന്ന ബ്രദർ വന്ന് ഫോൺ പറഞ്ഞു, നെല്ലിശ്ശേരി നിനക്കാണ് ഫോൺ, ഓടി വരാൻ പറഞ്ഞു. വീട്ടുകാരാണ് ഞങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്ന് ഫോൺ എടുത്തു. അപ്പോൾ എൻ്റെ അപ്പനാണ്. അപ്പം പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. എൻ്റെ അനിയത്തി അപ്പം നഴ്സിംഗ് അറ്റൻഡറായിട്ട് ഈ പുല്ലൂർ ഒരു ഹോസ്പിറ്റലുണ്ട്, സെക്രട്ടറി ഹാർട്ട് ഹോസ്പിറ്റൽ, അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വയറിങ്ങിന് വന്ന ഇലക്ട്രീഷ്യനായിട്ടുള്ള ഒരു സഹോദരൻ അവളെ കണ്ടു, ഇഷ്ടപ്പെട്ടു. സിസ്റ്റർമാരോട് പോയി പറഞ്ഞു. സിസ്റ്റർമാർ അതിൻ്റെ അപ്പനെ വിളിച്ചു, ഒന്നും കൊടുക്കേണ്ട, കല്യാണം നടത്തി കൊടുത്താൽ മതി, അതാണ് വ്യവസ്ഥ. അപ്പോൾ ഞാൻ ഇത് കേട്ടൊഴിക്ക് ഞാൻ അച്ഛൻ്റെ അടുത്ത് ഈ പോലെ നിർത്തിവെച്ചു. ഞാൻ പിന്നെ ശാന്തമായി ആ കല്യാണം കഴിഞ്ഞ് അവർ സുന്ദരമായിട്ട് ജീവിക്കുന്നു. മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ വീട്, 2 മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. കർത്താവേ, ഈശോയുടെ സന്നിധിയിൽ വന്നിരുന്ന് നമ്മളൊരു സങ്കടം പറയുമ്പോൾ ഈ ഈശോയ്ക്ക് ഒരിക്കലും നമ്മളെ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു വൈദികനായിട്ട് വൈദികരാകാൻ വിളിക്കുന്നത് കർത്താവ് തന്നെയാണെന്ന് എൻ്റെ ജീവിതത്തിലേക്ക് എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സംഭവമാണ് ആ ഒരു സംഭവം. അല്ലെങ്കിൽ ഞാൻ പോയാനേ 2 വർഷത്തെ ബ്രേക്ക് എടുത്ത് ഞാൻ വക്കീൽ മുസ്തപ്പണി തുടരാൻ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ തിരിച്ചു വരില്ല എന്ന് ഈശോയ്ക്ക് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും ഞാൻ പോകുന്നതിന് മുൻപേ, എനിക്ക് മുൻപേ പോയി കർത്താവ് അത് ക്രമീകരിച്ചു എന്നെ തിരിച്ചു വിളിച്ച് കൊണ്ടുവന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷം, ഒരു സുഖം, ആ ഒരു സുഖം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനായിട്ട് പറ്റണം. ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറില്ല. അവിടെ ഇരിക്കും നമ്മൾ. അത്രയ്ക്കും ഈശോ നമ്മളെ തൊട്ടറിയുന്ന ഒരു അനുഭവം, കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു സ്നേഹാനുഭവം ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് കിട്ടും. അതെനിക്ക് ഉറപ്പാണ്. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ഞാൻ ആദ്യമായി വികാരിയച്ഛനായത് മാരാങ്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പള്ളിയിലാണ്. അവിടെ വെച്ചിട്ടാണ് എനിക്ക് വ്യക്തിപരമായി പൗരോഹിത്യ ജീവിതത്തിൽ ഈശോ എന്തുമാത്രം ഇടപെടുന്നു എന്നുള്ളൊരു അനുഭവം കിട്ടിയത്. ഞാനൊരു ദിവസം വിശുദ്ധ കുർബാന കഴിഞ്ഞ് സംഗീതത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയം അവിടെ ഒരു പയ്യൻ, എൻ്റെ ഇടവകയിലെ പയ്യനല്ല, പുറമേ നിന്ന് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ പയ്യൻ ഒരു കുപ്പി വെള്ളം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഈ വെള്ളം വെഞ്ചരിച്ച് തരാൻ അമ്മ പറഞ്ഞയച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ എവിടെയാണ്, എന്താണ് പ്രശ്നം? അപ്പോൾ അവർ പറഞ്ഞു, അവരെ കിണറ്റിൽ വെള്ളമില്ല. അമ്മയ്ക്ക് അകലെ പോയി വെള്ളം കൊണ്ടുവരാനായിട്ട് ശാരീരികമായ ബുദ്ധിമുട്ട്, നടുവേദനയൊക്കെ കാരണമുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഈ അമ്മ കണ്ടുപിടിച്ച സൂത്രമാണ്, ആ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയി വെള്ളം വെഞ്ചരിച്ച് കിണറ്റിൽ ഒഴിച്ചാൽ വെള്ളം വരും, കിണറ്റിൽ വെള്ളം നിറയും. അപ്പോൾ ഈ പയ്യൻ എന്നോട് പറഞ്ഞു, അച്ഛന് വെഞ്ചരിച്ച് തരുന്നു വെള്ളം, ഞാനത് കൊണ്ടുപോയി കിണറ്റിൽ ഒഴിക്കുമ്പോൾ വെള്ളം വരും, കിണറ്റിൽ നിറയും എന്നാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് അച്ഛൻ ഇത് വെഞ്ചരിച്ച് തരണം. സത്യത്തിൽ ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിച്ച ഒരു ദിവസമാണെന്ന്. ഞാൻ ഈ വെള്ളം വാങ്ങിച്ച് വെഞ്ചരിച്ച് ഈ പയ്യന് കൊടുത്തിട്ട് ഞാൻ എൻ്റെ തിരുവസ്ത്രങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അൾത്താരയ്ക്ക് മുമ്പിൽ ഞാൻ വന്നിരുന്നു. ഒരു രാത്രി മുഴുവനും ഉറങ്ങാതെ സക്രാരിയുടെ മുമ്പിലിരുന്നൊരു ദിവസമായിരുന്നു അന്ന്. പിന്നീട് ഒരിക്കലും അങ്ങനെ ഉറങ്ങാതെ ഇരുന്നിട്ടില്ല. അന്നത്തെ ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കാണ്. ഭയങ്കര ടെൻഷനാണ്. കാരണം വന്നിരിക്കുന്ന പയ്യനൊരു ഹൈന്ദവ സഹോദരനാണ്. അവൻ്റെ അമ്മ പറഞ്ഞു വിട്ടിരിക്കുന്നതാണ്. എത്ര വിശ്വാസത്തോടു കൂടിയാണ് ഒരു പുരോഹിതൻ്റെ മേലുള്ള അക്രൈസ്തവരുടെ വിശ്വാസം. ആ വിശ്വാസം നാളെ കർത്താവെ വെള്ളം വന്നില്ലെങ്കിൽ ഇല്ലാണ്ടായി പോകില്ല എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ. പൗരോഹിത്യത്തോടുള്ള ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, അത് വർദ്ധിക്കാൻ വേണ്ടി കർത്താവെ എന്തെങ്കിലും ഒന്ന് സൂത്രപ്പണി ചെയ്തു തരണം. ഇതാണ് കർത്താവിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് വേറെ ഒന്നും പറയാൻ. ഈശോയെ എന്തെങ്കിലും ഒരു സൂത്രപ്പണി എനിക്ക് ചെയ്തു തരണം, എങ്ങനെയെങ്കിലും വെള്ളം വരണം, അതാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ എനിക്ക് അതിന് തൊട്ട് മുമ്പ് ഞാൻ അട്ടപ്പാടിൽ ധ്യാനം കൂടാൻ പോയിട്ടുണ്ടായിരുന്നു, അച്ഛന്മാരുടെ ധ്യാനം. അപ്പോൾ അന്ന് സേവ്യർ ഖാൻ വട്ടായിലച്ഛൻ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവിന് തള്ളിക്കളയാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സക്രായുടെ മുമ്പിലിരുന്ന് കർത്താവെ
കിണറ്റിൽ വെള്ളം വരണം, ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചയ്ക്ക് മണിയടിച്ച് കപ്പ്യാർ വന്നു, പള്ളി തുറന്നപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയാണ്. എന്ത് പറ്റി അച്ഛാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും ഇല്ല, ഞാനിപ്പോൾ വരാം, കുർബാനയ്ക്ക് വരാം എന്ന് പറഞ്ഞു. പോയി കുളിച്ച് വീണ്ടും കുർബാനയ്ക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ പയ്യൻ പതിവ് പോലെ ഇന്നലെ നിന്നതുപോലെ തന്നെ ഇന്നും വന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, കർത്താവേ ചീത്ത പറയാൻ വേണ്ടി വന്നേക്കുന്നതാണ്, കംപ്ലീറ്റ് പോകല്ലോ ഈശോയെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പേടിച്ചാണ് ഈ പയ്യൻ്റെ അടുത്തേക്ക് ചെന്നത്. ഒരു കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പേടിച്ച് ചെല്ലുന്ന ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് എൻ്റെ. അപ്പം ഞാൻ ചെന്നു, മോനെ എന്തായി? അച്ഛാ വെള്ളം നിറഞ്ഞു അച്ഛാ. എനിക്ക് ഭയങ്കര സന്തോഷമായി പ്രിയപ്പെട്ടവരെ. ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. എന്നിട്ട് ഞാൻ അന്വേഷിച്ചു എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് അറിയാമോ? അന്ന് രാത്രി എന്നാൽ പുലർച്ചയായ സമയത്ത് കനാല് പോകുന്നുണ്ട് അതിൽ കൂടെ. ആ കനാലിൽ വെള്ളം വന്നാൽ എല്ലാ വീട്ടിലും കിണറ്റിൽ വെള്ളം വരും. കറക്റ്റ് അന്ന് പുലർച്ചയ്ക്ക് കനാലിലെ വെള്ളം തിരിച്ചുവിടുന്ന ആൾക്ക് അതുവഴിയേ വെള്ളം തുറന്നു വിടാനായിട്ട് ഈശോ തോന്നിപ്പിച്ചു. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, കർത്താവേ ഇന്നെങ്ങാനും ആ വെള്ളം തുറന്നു വിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ പൗരോഹിത്യത്തിന്, എൻ്റെ മാത്രമല്ല പുരോഹിതരോടുള്ള മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിന് ഒരു വ്യത്യാസം വന്നു പോയേനെ. ആ കുടുംബം വിശ്വസിച്ചു. അവർ പറയുന്ന എല്ലാവരും ഈ പൗരോഹിത്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാനായിട്ട് ഇടവരുത്തി. അപ്പം അന്ന് എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് ഈ സക്രാരിക്ക് മുമ്പിലിരുന്ന് നമ്മളൊരു കാര്യം പറഞ്ഞാൽ, ഒരു പുരോഹിതൻ ഒരു കാര്യം പറഞ്ഞാൽ കർത്താവ് അത് തള്ളിക്കളയില്ല. കാരണം കർത്താവിൻ്റെ പ്രതിപുരുഷനാണ് ഒരു പുരോഹിതൻ. ആ പുരോഹിതൻ പറയുന്ന വാക്ക് അത് കർത്താവിൻ്റെ വാക്കാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് ആ പുരോഹിതനിലൂടെ പ്രവർത്തിച്ചിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ആഗ്രഹം വന്നാലും എന്ത് ആവശ്യം വന്നാലും പുരോഹിതൻ്റെ അടുത്ത് പോയി പറയും. പുരോഹിതൻ അവൻ കർത്താവിന് മുമ്പിലിരിക്കാൻ കടപ്പെട്ടവനാണല്ലോ, അവൻ ഇരിക്കട്ടെ. അവൻ ഇരുന്ന് കഴിയുമ്പോൾ ഈശോ ഇടപെടും, അത് ഉറപ്പാണ്. ഇനി നമ്മൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഈശോ നമ്മുടെ പ്രാർത്ഥനയിൽ ഇടപെടുമെന്ന് എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ വികാരിയായിരുന്ന അതേ സ്ഥലത്ത് വെച്ചിട്ടാണ്. അന്ന് ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അട്ടപ്പാടിയിലൊക്കെ പോയി വന്ന് എൻ്റെ ഭയങ്കര തീക്ഷ്ണതയായിരുന്നു. അപ്പം അന്ന് ആരംഭിച്ചതാണ് വെള്ളിയാഴ്ച കൂട്ടായ്മ, പ്രാർത്ഥനാ ശുശ്രൂഷയുണ്ട്, വചന ശുശ്രൂഷ. അങ്ങനെ ആ വചന ശുശ്രൂഷയ്ക്ക് ഇടയ്ക്ക് ഒരു സഹോദരി ഒരു ദിവസം ഒരു പ്രാർത്ഥനാ നിയമം കൊണ്ടുവന്നു. അവരുടെ കൂട്ടുകാരിയുടെ മകൾ, ആ അവർ വിദേശത്താണ്, നമ്മുടെ ഒരു കൾച്ചർ വിട്ടിട്ട് ജപമാല കഴുത്തിലിടുന്നില്ല, ബന്ദിങ്ങ കഴുത്തിലിടുന്നില്ല, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നില്ല. അപ്പോൾ ഈ മാതാപിതാക്കൾക്ക് ഭയങ്കര ടെൻഷനായി, ഇവൾ ആ കൾച്ചറിൽ പോവോ, നമുക്ക് കൈവിട്ട് പോകുമോ എന്നുള്ള ടെൻഷൻ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇന്നത്തെ പ്രാർത്ഥനയിൽ ആരാധനയിൽ ആ മകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അവൾക്കൊരു ബന്ദിങ്ങ കഴുത്തിലിടാൻ തോന്നിച്ചാൽ മതി, അതൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും ചേർന്ന് അന്നത്തെ ആരാധനയിൽ ഈ കുട്ടിക്ക് ബന്ദിങ്ങ ഇടാനുള്ള കൃപ കിട്ടണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്തായാലും 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ സഹോദരി ഒന്ന് പറഞ്ഞു, എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല, അവൾ കൊന്തയും ബന്ദിങ്ങയും ഇട്ടു പ്രാർത്ഥനയ്ക്ക്, കൊന്ത പ്രാർത്ഥനയ്ക്കൊക്കെ കൂടാൻ തുടങ്ങി. സാധാരണ നമ്മൾ നാട്ടിലിരിക്കുന്നത് പോലെ അവൾ ഇരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എവിടെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതൊന്നും വിഷയമല്ല. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഏത് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന വിഷയമല്ല. ഈശോ ഇന്നും ജീവിക്കുന്നവനാണ്. ആ ഈശോയുടെ സന്നിധിയിൽ നമ്മൾ ഏത് ചാപ്പലിലായാലും കുഴപ്പമില്ല, ഇരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളായി നമ്മൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കർത്താവ് അത്ഭുതം അങ്ങ് അകലെ പ്രവർത്തിച്ചു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ അന്ന് മുതൽ ഇന്നോളം വരെ വലിയ വിശ്വാസത്തോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഏത് ദേശത്തായാലും കുഴപ്പമില്ല, ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചോ, കർത്താവ് ഇടപെടും, ഉറപ്പാണ്. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. എൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിൻ്റെ സമയമായപ്പോൾ ഓരോ ഡീക്കന്മാരും അവരുടെ മോട്ടിവേഷൻ എഴുതിയൊരു കാർഡ് പട്ടത്തിന് വരുന്നവർക്ക് കൊടുക്കും. അന്ന് ആ കാർഡിനകത്ത് കുറിച്ച് വയ്ക്കാനുള്ള എന്താണ് എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ പറ്റി ഞാൻ കുറിച്ച് വയ്ക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നൊരു വചനമാണത്. ആ വചനമാണ് ഞാൻ അന്ന് കൊടുത്ത, എന്നെ ഓർക്കാൻ വേണ്ടി കൊടുത്ത കാർഡിനകത്ത് കുറിച്ച് വച്ചിരിക്കുന്നത്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നത്
എൻ്റെ ഇടവക പള്ളി കത്തീഡ്രൽ പള്ളിയിലെ ഈശോയുടെ ഒരു ക്രൂശിത രൂപമുണ്ട്. ആ ക്രൂശിത രൂപം ഒരു പ്രത്യേക എന്താ പറയുക, തലയൊക്കെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ പിടിച്ചിട്ടുള്ള ഒരു ഷേപ്പിൽ പിടിച്ചിട്ടുള്ള ഒരു രൂപമാണ്. അപ്പോൾ ഞാൻ എന്നും ചെമ്മാച്ചനായിരിക്കുമ്പോൾ ഈ രൂപത്തിൻ്റെ ചോട്ടിൽ ചെന്നിരുന്നിട്ട് ഈ കുരിശ് രൂപത്തിലേക്ക് ഇങ്ങനെ നോക്കും. അപ്പോൾ അവിടെ നിന്ന് വീഴുന്ന ഓരോ രക്തത്തുള്ളിയും അത് നമ്മുടെ തലയിലേക്ക്, നമ്മുടെ മേത്തേക്ക് വീഴുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് ഈശോ നമുക്ക് വേണ്ടി മരിച്ചല്ലോ, ആ ഒരു എക്സ്പീരിയൻസാണ് ഈ ഒരു വാക്ക് തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. തുടർന്ന് പൗരോഹിത്യ ജീവിതത്തിലെല്ലാം ഈ ഒരു വാക്ക് പ്രാവർത്തികമാക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹത്തോടുകൂടി ഞാൻ പരിശ്രമിക്കാറുണ്ട്. എപ്പോഴും പറ്റിയെന്നൊന്നും വരാറില്ല, പക്ഷേ ഞാൻ പരിശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കിഡ്നിയൊക്കെ കൊടുക്കുന്ന ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാനായിട്ട് ഈശോ ഒരു വഴി ഒരുക്കിയത്. ഉറപ്പായിട്ട് ഈശോയുടെ പ്ലാനും പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരിക്കലും സാധിക്കില്ല. ഞാൻ എൻ്റെ ഇടവകയിൽ കനകമല ഇടവകയിലായിരുന്നപ്പോഴാണ് കിഡ്നി കൊടുക്കാമെന്ന ഒരു ചിന്ത വന്നത്. അവിടെ ഒരു സാധാരണ വീട്ടിലെ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പയ്യൻ, അവൻ്റെ 2 കിഡ്നിയും തകരാറിലായി. അപ്പൻ്റെ കിഡ്നി അവന് മേച്ചാകാതെ വരുന്നു. അമ്മയ്ക്ക് ഓവർ ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. ഒരു ക്രൈസിസ് വന്ന സമയത്താണ് ഞാൻ എൻ്റെ കിഡ്നി കൊടുക്കാമെന്ന് പറയുന്നത്. എപ്പോഴും എനിക്ക് ഈശോയെ നോക്കുമ്പോൾ ഈശോയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നല്ലോ, ഈശോയുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഈശോയുടെ മക്കളെല്ലാവരും രക്ഷിക്കണം. അപ്പോൾ എനിക്ക് ഒരാഗ്രഹം തോന്നി, എൻ്റെ ജീവൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ട് ഒരാളെ രക്ഷിക്കാൻ പറ്റിയ ഈശോയുടെ സഹനത്തോട് ഇച്ചിരി ചേർന്ന് നിൽക്കാനായിട്ട് പറ്റുമല്ലോ എന്നൊരു ചിന്ത. ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ആഴപ്പെട്ടപ്പോഴാണ് ഞാനിങ്ങനെ കിഡ്നി ദാനം ചെയ്യാമെന്ന് തീരുമാനമെടുത്തത്. ഒരുപാട് ടെസ്റ്റുകൾക്കൊക്കെ വിധേയനായതിനു ശേഷം എല്ലാം ഓക്കെ ആണെങ്കിലാണ് നമ്മുടെ കിഡ്നി എടുക്കുകയുള്ളൂ. അപ്പം അങ്ങനെ പോകുമ്പോഴൊക്കെ ഡോക്ടേഴ്സ് എല്ലാവരും എപ്പോഴും പറയും, ഒരെണ്ണം പോയാൽ എന്തെങ്കിലും അസുഖം വന്നാൽ പെട്ടെന്ന് അടുത്തതിന് കേടുപറ്റും, ജീവിതം ചിലപ്പോൾ വഴിമുട്ടി പോകും, നന്നായിട്ട് ആലോചിക്കുന്നുണ്ടോ. നിരുത്സാഹിപ്പിക്കുന്ന വാക്കുകളാണ് പലപ്പോഴും സ്നേഹിതരിൽ നിന്നൊക്കെ കിട്ടിയത്. അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈശോയുടെ തിരുമുറിവിലേക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം അങ്ങനെ മറന്നുപോകും. കർത്താവ് എനിക്ക് വേണ്ടി മുറിഞ്ഞെങ്കിൽ ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടി നമുക്കൊന്ന് മുറിഞ്ഞ എന്താ കുഴപ്പം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ഈശോ തന്ന ഒരു പ്രചോദനം, കർത്താവിൻ്റെ ബലിയർപ്പിക്കാനല്ലേ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത്. കുറച്ചുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ഹൃദയപരമാർത്ഥതയോടുകൂടെ ബലിയർപ്പിക്കാൻ ഈ ഒരു പുണ്യപ്രവൃത്തി എന്നെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് എന്തൊക്കെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമം ആരൊക്കെ നടത്തിയിട്ട് അതിലൊന്നും പെടാതെ എനിക്ക് എൻ്റെ പ്രയത്നം കൊണ്ടൊരു ജീവൻ കൊടുക്കാനായിട്ട് സാധിച്ചത്. എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകളൊന്നും എനിക്കിപ്പോഴില്ല, ഇനി ഉണ്ടാകുമെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും എൻ്റെ കുർബാനയ്ക്ക് എനിക്കൊരു തടസ്സം വന്നിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരു ദിവസം മാത്രമാണ് എനിക്ക് സ്വന്തമായിട്ട് ബലിയർപ്പിക്കാൻ പറ്റാതെ വന്നുള്ളൂ. എങ്കിൽ ഞാൻ ടി വിയിൽ സർജറി കഴിഞ്ഞ് കിടക്കുന്ന ആ ഒരു ദിവസം, പോസ്റ്റ് ഓഫീസിൽ കിടക്കുന്ന ഒരു ദിവസം എനിക്ക് ഒട്ടും പറ്റാത്ത വേദനിക്കുന്നൊരു സമയമായതുകൊണ്ട് എനിക്ക് സാധിച്ചില്ല. അന്നൊരു ദിവസം മാത്രം ടി വിയിൽ വിശുദ്ധ ബലിയെ കണ്ട് അതിൻ്റെ കൂടെ ഞാൻ പങ്കുചേർന്നു. പിറ്റേ ദിവസം മുതൽ ഞാൻ എൻ്റെ മുറിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് തുടങ്ങി. എന്നെ സഹായിക്കാൻ നിന്നത് ഒരു പള്ളിയിൽ ഒരു കപ്പ്യാരായിട്ടുള്ള ഒരു ചേട്ടൻ തന്നെയാണ്. അദ്ദേഹം എന്നെ താങ്ങി പിടിച്ച് പലപ്പോഴും അനങ്ങാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഇങ്ങനെ നിവർന്നിരിക്കാനുള്ള സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരുത്തിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ടൊക്കെ ഒരുങ്ങുന്നത്. പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും അതിനിടയ്ക്ക് വെച്ച് വേദന വരുമ്പോൾ ഈ സഹോദരൻ എന്നെ പുറകിൽ നിന്ന് താങ്ങി പിടിച്ചെന്നെ സഹായിക്കും. എനിക്ക് ആ ഹോസ്പിറ്റലിൻ്റെ നാളിൽ, ആ തുടക്ക നാളിൽ, സർജറി കഴിഞ്ഞ ദിവസങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിച്ചത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ മുറിയിൽ ആരുമില്ല, ഞാനും ഈ സഹോദരൻ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഈശോ എന്നോടൊപ്പം നിന്ന ഏറ്റവും വലിയൊരു ദിവ്യകാരുണ്യാനുഭവം കിട്ടിയ ഒരു ദിവസമായിരുന്നു ആ ഒരു 2-3 ദിവസങ്ങൾ. ഈശോയ്ക്ക് ഞാൻ ഇപ്പോഴും നന്ദി പറയുന്നു. ശരിക്കും കിഡ്നി കൊടുത്തത് അത്ര വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല. പക്ഷേ ആ ഒരു വേദന നിറഞ്ഞ ബലിയർപ്പണം അതെൻ്റെ ജീവിതത്തിലേക്ക് ഈശോ തന്ന വലിയൊരു സമ്മാനമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. ഒരു പുരോഹിതൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ
എനിക്ക് പറയാനുള്ള മറുപടി എന്നാണ്, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതാണ് ഒരു പുരോഹിതൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഈശോയുടെ ശരീരവും രക്തവും കൈകളിലെടുക്കാനുള്ള ഒരു സാധാരണ മനുഷ്യന് ഈ ഭാഗ്യം ഒരു പുരോഹിതനല്ലാതെ വേറെ ആർക്കും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ എപ്പോഴും വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്കിലെ ഒരു സൂത്രവിദ്യ എന്നോട് പരിചയമുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. സൂത്രവിദ്യ എന്ന് പറഞ്ഞാൽ എളുപ്പവഴിയാണ്. ഈശോയുടെ ഇതിലേക്ക് ഏറ്റവും പെട്ടെന്ന് കടന്നു ചെല്ലാനുള്ള എളുപ്പവഴി. എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ ആദ്യ നാൾ മുതൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഞാൻ എന്നെ ഏൽപ്പിക്കുന്ന പ്രാർത്ഥനാ നിയമങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്. ഇടവക്കാരോട് ഞാൻ പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തരുന്ന നിയോഗങ്ങളെ ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഇന്നതാണ്. അത് ഏതാണെന്നറിയാമോ? വിഭജന ശുശ്രൂഷയുടെ സമയമാണ്. പുരോഹിതൻ ആ ദിവ്യകാരുണ്യ ഈശോയെ കൈകളിലെടുത്ത് ഇത് ജീവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞിട്ട് ഉയർത്തുന്നൊരു സമയം. എന്നിട്ട് അതിനെ വിഭജിച്ചിട്ട് ഒരു ഭാഗം കൊണ്ട് തിരുരക്തത്തിൽ ശരീരം കൊണ്ട് തിരുരക്തം മുദ്ര ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് കുരിശ് വരയ്ക്കും. അതിന് രക്തം കൊണ്ട് ശരീരം മുദ്ര ചെയ്യപ്പെടുന്നു പറഞ്ഞ് അടുത്ത ഭാഗത്തുമ്പോൾ കുരിശ് വരയ്ക്കും. അതിനുശേഷം അത് ചേർത്ത് പിടിക്കുന്നൊരു സമയമുണ്ട്. ആ ചേർത്ത് പിടിച്ചിട്ടുള്ള പുരോഹിതൻ്റെ ഒരു രഹസ്യ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ സമയത്താണ് എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളത്, ഈ മുറിവ് ഈശോയ്ക്ക് ഉണ്ടായത് അത് എനിക്ക് വേണ്ടി ഉണ്ടായ മുറിവാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഉണ്ടായ മുറിവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മുറിവിലൂടെ നമ്മൾ സമർപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ നിരസിക്കാൻ കർത്താവിന് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ഞാൻ ഈ വിഭജന ശുശ്രൂഷ കഴിഞ്ഞിട്ട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ മുറിവിലൂടെ ഈശോയുടെ ഒരു പുരോഹിതന് കിട്ടുന്ന വലിയ ഭാഗ്യമാണ്. ഈശോ മുഖത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. ഈശോ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സമയം. എന്തോരം പറഞ്ഞാൽ അത് വർണ്ണിക്കാനായിട്ട് സാധിക്കില്ല. അത്ര ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന സമയമാണ്. ആ സമയത്ത് എന്നെ ഏൽപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും കുറച്ച് സമയം കൊണ്ട് ഈശോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഈശോ സാധിച്ചു തരും. ഓരോ പുരോഹിതനും വിശുദ്ധ കുർബാന അനുഭവമാകട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഒരു ആഗ്രഹം, ഒരുപാട് കാലം ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഞാൻ പട്ടം സ്വീകരിച്ച എൻ്റെ 30ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ അന്നാണ്. ഡിസംബർ 27 ഞാൻ ജനിച്ച ദിവസമാണ്. 30 വയസ്സ് പൂർത്തിയാകുന്ന ദിവസമായിരുന്നു എൻ്റെ തിരുപ്പട്ട സ്വീകരണം. അന്ന് ഞാൻ ആഗ്രഹിച്ചു, എൻ്റെ ഈശോയെ 3 വർഷം അങ്ങേപോലെ ജീവിച്ചാൽ മതി, പക്ഷേ ആ ജീവിക്കുന്ന 3 വർഷം അങ്ങേക്ക് വേണ്ടി ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ജീവിക്കാൻ എനിക്ക് സാധിക്കണം. അതായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഇന്ന് 17 വർഷമായി. 3 വർഷമായപ്പോൾ ഞാൻ വിചാരിച്ചു ഈശോ വിളിക്കുമെന്ന്. വിളിച്ചിട്ടില്ല. 17 വർഷം ഈ ശുശ്രൂഷ തുടർന്നു പോവുകയാണ്. ഈ 17 വർഷവും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒറ്റ ദിവസം പോലും ഒരു ആവർത്തന വിരസതയോടുകൂടെ ഞാൻ ബലിയർപ്പിച്ചിട്ടില്ല. ഒരു ദിവസം കൊറോണ സമയത്തൊക്കെ 6 കുർബാന വരെ അർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കപ്പ്യാരൻ എന്നോട് ചോദിക്കാറുണ്ട്, കുമ്പിടി എന്ന് പറഞ്ഞ ഇടവപ്പള്ളിയിലായിരുന്നു, ആ കപ്പ്യാരനോട് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് അച്ഛന് ഒറ്റ കുർബാന പോലെ ഒരു ബോറടി ഇല്ലാതെ ചൊല്ലാൻ പറ്റുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഈശോയെ എത്രമാത്രം അനുഭവിക്കാൻ പറ്റുമോ അത്രയും വിശുദ്ധ കുർബാനയിൽ നിന്ന് അനുഭവിക്കാൻ പറ്റുന്നത് കൊണ്ട് ഒരു പ്രാർത്ഥന പോലും ആവർത്തന വിരസതയോടുകൂടി എനിക്ക് ചൊല്ലേണ്ടി വന്നിട്ടില്ല. ഞാൻ ടെക്സ്റ്റ് പുസ്തകം തക്സയൊന്നും ഉപയോഗിക്കാറില്ല, പക്ഷെ പ്രാർത്ഥനയൊന്നും വ്യത്യാസമില്ല. അതിലെ വാക്കുകളൊക്കെ വേറെ എന്ത് കാണാപ്പാടം പഠിക്കാൻ പറഞ്ഞാലും എന്നെക്കൊണ്ട് സാധിക്കില്ല പഠിക്കാൻ. പക്ഷേ വിശുദ്ധ കുർബാന മുഴുവനും എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന പ്രാർത്ഥനയാണ്. ഒരിക്കലും ഒരു ബോറടി അല്ലെങ്കിൽ ഒരു ആവർത്തന വിരസത എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈശോയെ അനുഭവിച്ചറിയാൻ പറ്റിയ വിശുദ്ധ കുർബാനയിലെ ഓരോ വാക്കിൻ്റെയും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പങ്കെടുക്കാൻ പറ്റിയാൽ നമുക്ക് പല വിചാരത്തിനും വഴിയില്ല വിശുദ്ധ കുർബാനയിൽ. കാരണം നമ്മുടെ വിശുദ്ധ കുർബാന അത്രയ്ക്കും ഓരോ വാക്കും സൂക്ഷിച്ച് ചേർത്ത് വെച്ചിരിക്കുക. എന്തുമാത്രം അർത്ഥങ്ങളാണ്. നിങ്ങൾക്ക് ഈ അർത്ഥങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ബലിയർപ്പിക്കാൻ സാധിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരിക്കുന്നത് വരെ എപ്പോഴും ഈശോയോട് ചേർന്നുകൊണ്ട് ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതനായി തീരാൻ, തളർന്നു കിടക്കാതെ ബലിയർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കണമെന്നാണ് ആഗ്രഹം. ഈശോ എന്നെ വിളിക്കണമെന്നാണ് ആഗ്രഹം. അത് കർത്താവിന് ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ. എന്തായാലും എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നും വിശ്വസ്തയോടുകൂടെ ഈശോയുടെ ബലിയർപ്പിക്കാനുള്ള വലിയ കൃപ കിട്ടാൻ വേണ്ടി. നന്ദി. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ.